കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. നേതാക്കൾക്ക് തലവേദനയാകുന്നത് സീറ്റ് നിർണയമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് മണക്കാട് സുരേഷ് രാജിവെച്ചു. എന്നാൽ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ മണക്കാട് സുരേഷിനെ പിന്തുണയുമായി കൂടുതൽ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ ദിസ്ന സുരേഷ് നൽകും. ദിസ്ന, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനൊക്കെ കോൺഗ്രസിന് സാധിച്ചു. പക്ഷേ പിന്നീട് ഇപ്പോൾ അത് വലിയ തോതിലുള്ള കീറാമുട്ടിയെ, അതായത് ഈ സീറ്റ് കിട്ടാത്ത ആളുകളും കിട്ടിയ ആളുകളും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളാണോ? അത് കോൺഗ്രസിൽ സ്ഥിരമായി സംഭവിക്കുന്നതാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം പറയൂ. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് തന്നെയായിരുന്നു. കെ മുരളീധരന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനം ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഇപ്പോൾ ഉള്ളത് BJPക്കാണ്. BJPയെ അട്ടിമറിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ വലിയ രീതിയിൽ പടയൊരുക്കങ്ങളൊക്കെ തന്നെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു എന്നതാണ്. പക്ഷേ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ചും മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം മണക്കാട് സുരേഷ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് രാജിവെക്കുന്ന ഒരു രീതി ഉണ്ടായി. അതിൽ പ്രധാനമായും കെ മുരളീധരന്റെ ഒരു പ്രതികരണവും വന്നിരുന്നു. അതായത് രാജി എന്തുകൊണ്ട് എന്നറിയില്ല, അത് കാര്യമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. അതേസമയം ഈ നേമം ഷജീറിനെ നിർത്തിയത്, കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിക്ക് കാരണമായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം മുറുകുകയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ മണക്കാട് സുരേഷിന് പിന്തുണയുമായി കൂടുതൽ പ്രവർത്തകരും രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇത്തരത്തിലുള്ള തർക്കങ്ങളെ ഒക്കെ തന്നെയും തള്ളിക്കളയുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള തർക്കം AI ഗ്രൂപ്പുകൾ തമ്മിൽ മുറുകി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൽ എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഗൗതം, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലും സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നുവെന്നാണ് ദിസ്ന സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.